ഹായ്, ഇന്നത്തെ റെസിപ്പി കൂന്തൽ ഫ്രൈ ആണ്. ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് വളരെ ടേസ്റ്റിയാണ്. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു ഉള്ളി ചെറിയ പീസാക്കി കട്ടാക്കിയതിടാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, 6 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറിയ പീസാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക. ഒരു തക്കാളി കട്ടാക്കിയതിടാം. ഇനി കുറച്ച് ഉപ്പിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. മസാല നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരിച്ചിരി ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മസാലയുടെ മൂത്ത മണം വന്നാൽ 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കിയതിടാം. റൗണ്ട് പീസാക്കി കട്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ ഇങ്ങനെയാണ് കട്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കൂന്തൽ റബ്ബർ പോലെ ഉണ്ടാകും. കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇത് കൂന്തലിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെറ്റി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാണ് വെള്ളം വെറ്റിച്ചെടുത്തത്. ഇനി അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തത് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി വെറ്റിയ ശേഷമേ തേങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തണം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ കൂന്തൽ ഫ്രൈ റെഡിയായി.